ഒരു ഈവനിങ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല മഴയാണ് കേട്ടോ. തിരുവനന്തപുരത്ത് പോകുന്ന വഴിയിലൊക്കെ നല്ല ട്രാഫിക്കും ഉണ്ട്. അപ്പം നമ്മൾക്ക് എനിക്കും ഹംദൂനും നന്നായിട്ട് വിശമായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ച് എന്തെങ്കിലും കഴിക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ പരസ്പരം ഇങ്ങനെ ഡിസ്കസ് ചെയ്യണം എന്തോന്ന് കഴിക്കാം. അപ്പോൾ അവൻ പറഞ്ഞവന് ഷവർമ്മ മതി എന്ന് പറഞ്ഞ് അങ്ങനെ എനിക്ക് ഓക്കെ എന്നാൽ പിന്നെ ഷവർമ്മ കഴിക്കാം എന്നുള്ള ഇതിൽ നമ്മൾ നേരെ ഇവിടെ ഷവർമ്മ കിട്ടുന്ന നല്ല ടൊമാറ്റോ ഷവർമ്മ കിട്ടുന്ന നല്ല ഇത് കുറവൻകോണാണെന്ന് തോന്നുന്നു. അൽത്താസ എന്നാണ് ആ ഷോപ്പിൻ്റെ പേര്, കടയുടെ പേര്. അങ്ങനെ അവിടുന്ന് നമ്മൾ ഹമൂസ് ഷവർമ്മയാണ് ഇപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത്. 2 ടൈപ്പ് വാങ്ങിച്ച്. ഇത് ഹമൂസ് ഷവർമ്മ. ഇത് പക്ഷേ കുഴപ്പമില്ല, പക്ഷേ ഇത് കുറച്ചും കൂടെ നല്ലതായിരുന്നു അതിനേക്കാളും. ഇവിടെ നല്ല വെറൈറ്റി ഷവർമ്മ കിട്ടും. നമ്മൾ സാധാ പ്ലേറ്റ് ഷവർമ്മ അല്ലാത്ത റോള് അങ്ങനെ പല രീതിയിൽ പല വെറൈറ്റി ഷവർമ്മ കിട്ടും. നമ്മളിപ്പോൾ നമ്മുടെ ഇവിടുത്തെ കടയിൽ നിന്നൊക്കെ കഴിക്കുന്നതിനെക്കാട്ടിലും ഈ മറ്റുള്ള കടയിൽ നിന്ന് കഴിക്കുന്നതിനെക്കാട്ടിലും ഇവിടെ കുറച്ചുകൂടെ വെറൈറ്റി ഷവർമ്മ കിട്ടും. കുറച്ച് റേറ്റ് കുറച്ച് കൂടുതലാണ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഷവർമ്മയൊക്കെ കഴിച്ചിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങിയേ. ഇനി നമ്മൾ പോകുന്നത് ഇനി നമ്മൾ ഫ്രൂട്ട് ബേയിൽ പോവാം അല്ലേ? ഇനി നമുക്ക് ഫ്രൂട്ട് ബേ, ഇവിടെ ഷവർമ്മ മാത്രമേ ഉള്ളൂ, ജ്യൂസൊന്നുമില്ല. അപ്പോൾ വിചാരിച്ച് ഫ്രൂട്ട് ബേയിൽ പോയി ജ്യൂസും കൂടെ കുടിക്കാമെന്ന്. പുറത്തോട്ട് ഇറങ്ങിയപ്പോഴേ ഭയങ്കര മഴ. വന്നപ്പോഴും നല്ല മഴ ഉണ്ടായിരുന്നു, പക്ഷേ എന്നാലും പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും കുറച്ചും കൂടി നല്ല കട്ടിക്കുള്ള മഴയായി. ബൈക്കിൽ പോകുന്നവർക്കൊക്കെയാണ് കുറച്ചുകൂടെ പാട്. ഇപ്പം ഞാനൊക്കെയെന്ന് പറഞ്ഞാൽ ബൈക്കിലാണ് സ്കൂട്ടറിലാണല്ലോ കുറച്ച് കൂടുതലും നമ്മൾ സ്കൂട്ടറിലാണല്ലോ പോകുന്നത്. അപ്പോൾ സ്കൂട്ടറിൽ പോകുന്നവർക്കാണ് കുറച്ചുകൂടെ പാട്. കാറിലൊക്കെ പോകുന്നവർക്ക് വലിയ പ്രശ്നമില്ല. പിന്നെ എനിക്ക് സ്വിഗ്ഗിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കും ഈ മഴ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പാവം. അങ്ങനെ ഇവിടുന്ന് ഷവർമ്മ കഴിച്ചിട്ടാണെങ്കിൽ അവിടെ ജ്യൂസൊന്നുമില്ല, ഷവർമ്മ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ പെപ്സിയോ കൊക്കോകോള അതുപോലത്തെ സാധനമുള്ളൂ. അങ്ങനെ വിചാരിച്ച് ജ്യൂസ് കിട്ടുന്നപ്പോൾ നമ്മൾ വരുന്ന വഴിക്കാണ് ഈ ഫ്രൂട്ട് ബേ. അപ്പം വിചാരിച്ചെങ്കിൽ പിന്നെ ഫ്രൂട്ട് ബേയിൽ പോയി എന്തെങ്കിലും ഒരു ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ച്. കുറേ നാളായി ഐസ്ക്രീം കുടിച്ചിട്ട്, അതായത് ഫ്രൂട്ട് സലാഡ് പോലത്തെ എന്തെങ്കിലും കഴിച്ചിട്ട്. അങ്ങനെ ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ അവിടെ കയറി കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് കയറിയത്. എൻ്റെ ഭാഗ്യം കൊണ്ടാണ് അത് കയറിയപ്പോൾ തന്നെ കറണ്ട് പോയി. പക്ഷേ എന്നാലും കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു അത് അവരവിടെ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു. അപ്പം തന്നെ നല്ല അടിപൊളി ഒരു ഫ്രൂട്ട് സലാഡ് കിട്ടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ വന്നത് ലുലുവിലാണേ. ലുലുവിൽ കുറച്ച് സാധനം വാങ്ങാനുണ്ടായിരുന്നു, അർജൻറ്റായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ. അങ്ങനെ അവിടുന്ന് നേരെ ലുലുവിലോട്ട് വന്ന് അങ്ങനെ നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള 2-3 സാധനങ്ങളൊന്നും നോക്കിയിട്ട് കണ്ടില്ല. പിന്നെ ഉള്ളതുപോലെ സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ അവിടെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കുറേ നേരം നമ്മൾ വെറുതെ നടന്ന്. അപ്പോഴേക്കും ഇവൻ പറഞ്ഞ് ഇവന് കുറേ നാളായി, എനിക്ക് തോന്നുന്നു ഒരു 2-3 വർഷമായി ഫൺ ടൂറയിൽ പോയിട്ട്. അപ്പം ഒന്ന് കയറ്റുമോ എന്നൊക്കെ ചോദിച്ച്. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞ എന്നാൽ പിന്നെ പോവാമെന്ന് പറഞ്ഞ് അങ്ങനെ കാർഡൊക്കെ ചാർജ് ചെയ്ത് അകത്ത് കയറി. അവൻ എങ്ങോട്ട് പോകണോ, അതായത് ഈ കിട്ടിയത് കൊണ്ട് സന്തോഷത്തിൽ എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ വയ്യാതെ നല്ല സാധാരണ എന്തിലെങ്കിലുമൊക്കെ കയറി പൈസ തീർക്കും. അപ്പോൾ അവൻ പറഞ്ഞ് ഇപ്രാവശ്യം കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് അവൻ എല്ലാത്തിലും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. അപ്പം ഓക്കെ.